ഒപ്പനയെ നെഞ്ചേറ്റിയ അനന്തപുരിയുടെ മണ്ണ് വേദി മാത്രമല്ല നഗരത്തിന്റെ മുക്കും മൂലയും വരെ മൊഞ്ചത്തിമാർ കീഴടക്കി. മലബാറിന്റെ തനത് മാപ്പിള കലാരൂപമായ ഒപ്പന കാണാൻ നിരവധി പേരാണ് രണ്ടാം വേദിയായ പെരിയാറിലേക്ക് ഒഴുകിയെത്തിയത്. ആചയിലുള്ള കാഴ്ചയാകട്ടെ ഇനി. ആഭരണങ്ങൾ അണിഞ്ഞ മൈലാഞ്ചി ചുവപ്പുള്ള കൈകൾ കൊട്ടി അവർ പത്മനാഭന്റെ മണ്ണിൽ താളത്തിൽ ചുവടുവെച്ചു. മലബാറുകാരുടെ വികാരമാണ് ഒപ്പനെങ്കിലും അനന്തപുരിയുടെ ആവേശവും ആസ്വാദനവും വേദിയിൽ ചുവടുവെച്ച മൊഞ്ചത്തിമാരെ പോലും ഞെട്ടിച്ചു. മാക്സിമം ഞങ്ങൾ എഫേർട്ട് ഇട്ട് കളിച്ചിട്ടുണ്ട്. അപ്പം ജില്ലേനേക്കാളും സബ് ജില്ലേനേക്കാളും ഉഷാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒക്കെ ഞങ്ങൾ ഈ സ്റ്റേറ്റ് കണ്ട് അത്ഭുതപ്പെടുക. ഇങ്ങനെ നല്ല മത്സരങ്ങൾ, കുറേ വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പം ഇപ്രാവശ്യം ഇക്കൊല്ലം ഞങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടിയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. മണവാട്ടിയുടെ നാണച്ചിരിയും ചന്തത്തിലുള്ള ചുവടുകളും ചേർന്നപ്പോൾ ഒപ്പന കാണാനെത്തിയവരുടെ ഗൽബും നിറഞ്ഞു. ആ സന്തോഷം പങ്കിടാൻ വേദിക്ക് പുറത്ത് മണവാട്ടിയെയും സഖിമാരെയും തേടി അവർ എത്തി. രാത്രി കൂടുതൽ മനോഹരമാക്കിക്കൊണ്ടാണ് രണ്ടാം വേദിയായ പെരിയാറിൽ വാശിയേറിയ ഒപ്പന മത്സരം നടന്നത്. താളം മുറുകിയപ്പോൾ കാണികളുടെ ആവേശം പെരിയാറിൽ കരകവിഞ്ഞൊഴുകി. ക്യാമറമാൻ അഖിൽ ഷായോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.